ഒരു ഫംഗ്ഷന് പങ്കെടുക്കാനുള്ള പോക്കാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഞാൻ വന്നുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് ലഞ്ച് ബ്രേക്ക് കിട്ടിയപ്പോൾ ആ ടൈം ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു. ഒരു ഫംഗ്ഷന് പങ്കെടുക്കുന്ന ലീവ് എടുക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ലീവ് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ എന്റെ ജോലിക്ക് വലിയ ഗ്യാരണ്ടി ഒന്നും ഉണ്ടാവില്ല. മെയിൻ റോഡിൽ നിന്ന് 100-150 മീറ്റർ അകലെയാണ് ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലം. അങ്ങനെ നടന്ന് ഒരുവിധം എങ്ങനെ അവിടെ എത്തി. താരാട്ട് വരുന്ന പ്രദേശത്താണ് ഈ പരിപാടി നടക്കുന്നത്. ശ്രീ വെങ്കട്ടരമണ എന്ന രാമക്ഷേത്രത്തിനോട് ചേർന്നിട്ടുള്ള ഓഡിറ്റോറിയത്തിലാണ് ഈ പരിപാടി നടക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ പരിപാടിക്ക് എത്താൻ ഒരുപാട് വൈകിപ്പോയി. പരിപാടിയൊക്കെ നേരത്തെ തന്നെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടാവും. സാധാരണ ഞാൻ ചില ഫംഗ്ഷനിലൊക്കെ പങ്കെടുക്കുമ്പോൾ പഠിക്കൽ മുമ്പ് തന്നെ ഒരുപാട് ജ്യൂസും മറ്റു കാര്യങ്ങൾ കൊണ്ടുപോയി വെക്കാറുണ്ട്. പക്ഷേ ഇവിടെ കുറച്ച് വ്യത്യസ്തമാണ്. കുറച്ച് ചെറിയ അപ്പങ്ങളും പനിനീരുമാണ് കണ്ടത്. എടുത്തു നോക്കിയപ്പോൾ എന്താ ചെറിയ അപ്പമാണ് വിചാരിച്ചത്. പക്ഷേ അതല്ല, ഇത് മസാല കൊണ്ടാണ്. ഇനിയിപ്പോൾ ഇവിടെ നടക്കുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിവാഹമോ അല്ലെങ്കിൽ വിവാഹ നിശ്ചയമോ ഒന്നുമല്ല, മുടിമുറിക്കൽ ചടങ്ങാണ്. ആക്ച്വലി ഇതൊരു കൊങ്കിണി വിഭാഗക്കാരുടെ പരിപാടിയാണ്. മുടിമുറിക്കൽ ചടങ്ങ് ആരുടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ എല്ലാവരും കൊച്ചു കുട്ടിയുടേതാണ്. ഒരു കുഞ്ഞ് ജനിച്ചതിന് ശേഷം അതിന്റെ ജീവിതത്തിൽ ആദ്യത്തെ മുടിമുറിക്കൽ, അതിനെ വലിയൊരു ആഘോഷമായിട്ടാണ് അവർ അതിനെ കൊണ്ടാടുന്നത്. അന്നേ ദിവസം തന്നെ അവർ കുഞ്ഞിന് പേരിൽ ചടങ്ങ് നടത്തും. നമ്മുടെ കൂട്ടത്തിലുള്ളവരെങ്ങനെ വരുന്നെങ്കിൽ ബാർബർ ഷാപ്പിൽ കൊണ്ടുപോയി 60 രൂപ 70 രൂപ കേസ് ജസ്റ്റ് ക്ലോസ്. ഇസ്ലാം വിഭാഗക്കാരിലും നമുക്ക് ഈ ആചാരം കാണാൻ സാധിക്കും. ഇവിടെ ഒരാൾ കാര്യമായ നല്ലൊരു തിരക്കിലാണ്. ഇരുത്തം കണ്ടിട്ട് ആൾ നല്ല ആശയക്കുഴപ്പത്തിലാണെന്ന് തോന്നുന്നു. കയ്യിൽ നല്ലൊരു വണ്ടി കിട്ടിയിട്ടും എങ്ങോട്ട് യാത്ര ചെയ്യണം, എന്ത് ചെയ്യണം എന്നൊരു സംശയത്തിലാണ് ആശാൻ. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് സൗജന്യമായിട്ട് ലിഫ്റ്റ് തരുമോ എന്ന് ചോദിക്കണമെന്നൊക്കെ ഉണ്ട്. അതാകുമ്പോൾ ബസിന്റെ പൈസ ലാഭിക്കാലോ എന്നൊക്കെ ഞാൻ വ്യാമോഹിച്ചു. വൈകി വന്നതുകൊണ്ട് തന്നെ അതിഥികൾ വളരെ കുറവാണ്. അതെന്തായാലും വലിയ ഉപകാരമായി. സദ്യ കഴിക്കാൻ വേണ്ടി സീറ്റിന് വേണ്ടി യുദ്ധം ചെയ്യണ്ടല്ലോ. സീറ്റ് ഇട്ടാൻ കാര്യമായ റിസ്ക് എടുക്കേണ്ടി വന്നതുമില്ല. അങ്ങനെ ഭക്ഷണ സാധനങ്ങൾ ഓരോന്നോരോന്നായിട്ട് വരാൻ തുടങ്ങി. അങ്ങനെ ചോറ് വന്നു. ഒരു പ്രത്യേക ചോറ്. ആദ്യം കണ്ടപ്പോൾ വെജിറ്റബിൾ ബിരിയാണിയാണെന്ന് വെച്ചത്. അപ്പോൾ അതല്ല സംഭവം, ഇത് പുലാവാണ്. പുലാവ് ചോറിന്റെ കൂടെ തൈരോ മോരോ ചേർത്ത് കഴിക്കുന്നതാണ് ഇവരുടെ കോമ്പിനേഷൻ. ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് മൂകാംബിക ക്ഷേത്രത്തിൽ വെച്ചാണ്. അവിടെ വരുന്ന ഭക്തർക്ക് സൗജന്യമായിട്ട് പ്രഭാത ഭക്ഷണം കൊടുക്കുന്ന സംവിധാനമുണ്ട്. പ്രഭാത ഭക്ഷണം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെ പുലാവും അതിന്റെ കൂടെ തൈരൊഴിച്ചുകൊണ്ടുള്ള കോമ്പിനേഷനും. മൂകാംബിക ക്ഷേത്രത്തിൽ മാത്രമല്ല, അവിടെയുള്ള ഒട്ടുമിക്ക എല്ലാ റെസ്റ്റോറന്റുകളിലെയും മെനു കാർഡിൽ ഇടുന്ന ഒരു ഐറ്റം കൂടിയാണ്. കുറെ കഴിഞ്ഞ ഒരു ബോക്സ് ഒക്കെ വന്നിട്ടാ എന്താ സംഭവത്തിനകത്ത് അറിയില്ല. പൊട്ടിച്ച് നോക്കേണ്ടി വരും. ഇപ്പോൾ സമയമില്ല. ലഡുവോ പാൽപ്പേരോ അങ്ങനെ എന്തെങ്കിലും പലഹാരങ്ങളായിരിക്കാനാണ് സാധ്യത. പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ ഒരു പായസം വന്നു. വല്ലാത്തൊരു വെറൈറ്റി ആയിട്ട് ഒരു പായസം ആയിരുന്നു. കുങ്കുമപ്പൂക്ക് ചേർത്ത പാൽപ്പായസം. ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടോ കുങ്കുമപ്പൂക്കിട്ട് പാൽപ്പായസം കുടിക്കുന്നു. ബദാം മിൽക്കിലും മിൽക്ക് ഷേക്കിലും മാത്രമേ കുങ്കുമപ്പൂ ഇടുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ. അങ്ങനെ ഭക്ഷണം കഴിച്ച് വയർ നിറച്ച് നേരെ ജോലി സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ബസ്സിൽ കയറി ബസ് പോകുന്നത് നോക്കി കാത്തിരിക്കുകയാണ്. അങ്ങനെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തി ഞാൻ ആ ബോക്സ് അൺബോക്സിംഗ് ചെയ്യാൻ പോവാണ് ഗൈസ്. അൺബോക്സിംഗ് വീഡിയോ കൂടി എനിക്ക് എന്റെ ചാനൽ ഇടുന്നുണ്ടായിരുന്നു. ആ ഒരു കുറവും കൂടി നികത്തി കിട്ടി. അങ്ങനെ ബോക്സ് പൊളിച്ച് സാധനം പുറത്തേക്ക് എടുത്തു. എന്റെ ഊഹം തെറ്റിയില്ല. സാധനങ്ങൾ അത് തന്നെ. എടുത്തപ്പോൾ തന്നെ കൈ കിട്ടിയത് ലഡു. പിന്നെ അതിന്റെ കൂടെ നല്ല ഒന്നാം തരം പാൽപ്പേടി.